Dears, welcome back to Arcanex. So, ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ലഭിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ് ഏതാർട്ടി? വാർദ്ധക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ചാപ്റ്റർ അല്ലേ? അപ്പൊ മോൾ കോൺസെപ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈസി ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ നമ്മൾ ചെയ്യാൻ പോവാണ്, മിനിറ്റുകൾക്കാവൻ ചെയ്യാൻ പോവാണ്. തുടങ്ങാം. ഓക്കെ മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ സാമ്പിൾസ് വിത്ത് ഈക്വൽ വോളിയം ഫ്രം ദ വൺ ഗിവൺ ബിലോ അറ്റ് STP. 3 സാമ്പിളുകൾ തന്നിട്ടുണ്ട്. ഇതിൽ തുല്യ വ്യാപ്തമുള്ളത്, ഈക്വൽ വോളിയം ഉള്ളത് ആർക്കൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് മാസാണ്. ആദ്യത്തെ മാസാണ്. ആദ്യത്തേത് ഗ്രാം, 64 ഗ്രാം ആണ്. അപ്പൊ മാസ് ആണ് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തതും ഗ്രാം ആണ്, അഗെയിൻ മാസ് ആണ് തന്നിരിക്കുന്നത്. മാസാണ് തന്നത് അറിയാൻ വേണ്ടി ആണോ കിലോഗ്രാം ആണോ യൂണിറ്റ് നോക്കിയാൽ മതി. അപ്പൊ ഗ്രാമോ കിലോഗ്രാമോ ആണെങ്കിൽ മക്കൾക്ക് മനസ്സിലാക്കാതെ മാസ് ആണെന്ന് മനസ്സിലാക്കാൻ റെഡി അല്ലേ? ഇനി മൂന്നാമത് തന്നിരിക്കുന്നത് നമ്പർ ആണ്, എണ്ണമാണ്. നമ്പർ. അപ്പൊ നിങ്ങളോട് എല്ലാരോടും കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് വോളിയം ആണ്, വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് മാസും നമ്പറും. അപ്പൊ എന്ത് ചെയ്യാട്ടി? മാസം നമ്പർ എന്നാൽ എന്ത് കാണണം? വോളിയം കാണണമെങ്കിൽ ആദ്യം മോള് കാണണം. യെസ്. അപ്പൊ നിങ്ങൾക്ക് നമ്പർ തന്നാലും മാസ് തന്നാലും വോളിയം തന്നാലും ഏത് തന്നാലും മോള് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അതിനാണ് വൈ മാപ്പ് ഉപയോഗിക്കുന്നത്. മോള് കണ്ടാലേ ഒരു രക്ഷയുമില്ല. മോള് കണ്ടാൽ മാത്രമേ നമുക്ക് വോളി അതങ്ങ് മനസ്സിലാക്കി വെക്കുക. മോള് കാണാതെ ഒരു രക്ഷയുമില്ല വോളിയത്തിലേക്ക്. ഇതാണ് അവരുടെ വോളിയം, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം മാസിൽ നിന്ന് നിങ്ങൾ ആദ്യം മോളിൽ എത്തുക, ആ മോളിൽ നിന്ന് നിങ്ങൾ വോളിയത്തിലെത്തുക. ഇതാണ് നിങ്ങളുടെ മാപ്പ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് പ്രോബ്ലവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയാം. നമുക്ക് ആദ്യത്തെ ചെയ്യാം. 64 ഗ്രാം ഓക്സിജൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? മാസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ മാസിന്റെ അവിടെ മിസ് എന്താ എഴുതാൻ പോവാ? 64 ഗ്രാം എന്ന് എഴുതാൻ പോവാണ്. ആ മാസിൽ നിന്ന് വോളിയം എത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ മോളിലേക്ക് എത്തണം. 64 ഗ്രാമിന് എത്ര മോൾ എന്ന് കാണുക എന്നുള്ളതാണ് പൊന്നുമക്കൾ ആദ്യത്തെ ജോലി. അതിനെന്താ ചെയ്യേണ്ടത്? മാസിൽ നിന്ന് മോളിൽ എത്തണമെങ്കിൽ ഇങ്ങനെയാണ് മക്കളെ ആരോ മാർക്ക് പോകുന്നത്. ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മാസിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? മോളാർ മാസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാം. മോളാർ മാസ് എന്താ? 64 ഗ്രാം ഓക്സിജൻ O2 മോളാർ മാസ് എത്രയാ? 32. യെസ്, O2 എന്ന് പറഞ്ഞാൽ അപ്പൊ 64 ഡിവൈഡഡ് ബൈ 32 എത്രയാണ്? 2 മോൾ. അപ്പൊ മോളിന്റെ എണ്ണം കിട്ടി. എത്ര മോളാ? 2 മോൾ. 2 മോൾ. എനിക്ക് 2 മോൾ, ഇവിടെ 2 മോളാണ്. അടിപൊളി. ഇനി മോളിൽ നിന്ന് വോളിയത്തിലേക്ക്, വ്യാപ്തമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി? അപ്പൊ ഇങ്ങനെ മാർക്ക് പോകുന്നത് കാണുന്നില്ല, കണ്ടുപിടിക്കുന്നില്ല. അപ്പൊ 2 മോളിനെ വോളിയം ആക്കണം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ വരച്ചിട്ടിട്ടുണ്ട് മക്കളെ. ഇൻറ്റു മോളാർ വോളിയം എന്ന് വെച്ചാൽ മോളാർ വ്യാപ്തം വെച്ച് ഈ രണ്ടിനെ 2 × 22.4. മോളാർ വോളിയം 22.4 ലിറ്റർ. 22.4. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടുക? 44.8 ലിറ്റർ കിട്ടി. അപ്പൊ ആദ്യത്തെ വോളിയം കിട്ടി 44.8. ഇനി രണ്ടാമത്തെ വേഗം 44 ഗ്രാം. 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ്. 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് ആണ്. 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എത്ര മോളാണെന്ന് കാണണം. മോള് കാണണമെങ്കിൽ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? നമുക്ക് വൈ മാപ്പിലേക്ക് വരാം. വീണ്ടും വൈ മാപ്പ്. യെസ്. അപ്പൊ 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് ആണ്. മാസിന്റെ അവിടെ നിങ്ങൾ എന്ത് എഴുതുക? 44 ഗ്രാം. ഓക്കെ അല്ലേ? ഇനി അതിനെ മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം. മാസിനെ ആദ്യം നിങ്ങൾ മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം മക്കളെ? 32. ഇങ്ങോട്ട് ആരോ മാർക്ക് പോയെ. ഡിവൈഡഡ് ബൈ 44. മോളാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. 44 ഗ്രാം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് എത്രയാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് കാർബൺ 12 ആണ്, ഓക്സിജൻ 32 ആണ്. 32 12 കൂടി ആഡ് ചെയ്താൽ 44. യെസ്. അപ്പൊ ഇതാണ് മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ 44നെ എന്ത് വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യേണ്ടത്? 44/44 ഒരു മോള് കിട്ടി. അപ്പൊ മോളിന്റെ എണ്ണം കിട്ടി. എത്ര മോളാ? ഒരു മോൾ. ഋതുലിന്റെ മോള് ഒരു മോളാണ്. റെഡിയല്ലേ? ഒരു മോൾ. ഇനി എത്ര വോളിയാണ്? എത്രയാ വോളിയം? മോളിൽ നിന്ന് വോളിയം എത്തണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇൻറ്റു മോളാർ വോളിയം. നമ്പർ ഓഫ് മോൾസിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? മോളാർ വോളിയം വെച്ച് മൾട്ടിപ്ലൈ. ഒരു മോളാണെങ്കിൽ 1 × 22.4. ക്ലിയർ അല്ലേ? അപ്പൊ എത്ര കിട്ടി മക്കളെ? 22.4 ലിറ്റർ. ആദ്യത്തെ എത്ര കിട്ടി ആർട്ടി? ആദ്യത്തെ മറന്നുവല്ലോ. 44.8. ആദ്യത്തെ 44.8 ആണ്. ഇപ്പൊ 22.4 കിട്ടി. അല്ലെങ്കിൽ മാറിപ്പോ. ആദ്യത്തേത് അപ്പൊ എത്രയാണ്? 44.8. 44.8. രണ്ടാമത്തേത് 22.4 ലിറ്റർ. ഇനി ലാസ്റ്റ് നമ്പർ തന്നിരിക്കുന്നത്. നമ്പർ
വൈമാപ്പ് അനുസരിച്ച് നമ്പറിൽ നിന്ന് മോള് വോളിയം കണ്ടുപിടിക്കണം. ആദ്യം നമ്പറിൽ നിന്ന് മോള്, മോളിൽ നിന്ന് വ്യാപ്തം. യെസ്, അപ്പൊ നമ്പർ എത്രയാ നമ്പർ തന്നിരിക്കുന്നത്? 2 into 6.022 into 10⁻23 അല്ലേ? നോക്കിയേ, ഇത്രയുമാണ് നമ്പർ തന്നിരിക്കുന്നത്. 2 into 6.022 into 10⁻23 അമോണിയ മോളിക്യൂൾസ്. ഇതാണ് നമ്പർ, എണ്ണം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മോളിലേക്ക് എങ്ങനെ എത്തും? മോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. യെസ്, എത്രയാണോ നമ്പർ തന്നിരിക്കുന്നത് ആ നമ്പറിനെ അവഗാഡ്രോ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് മോളിന്റെ എണ്ണം കിട്ടും. ഇതിന്റെ ഹാൻഡ് ഒക്കെ തട്ടും. 2.022 into 10⁻23 divided by 6.022 into 10⁻23. അതായത് നമ്പർ തന്നാൽ 100, ഇപ്പൊ 100 1000 എത്ര തന്നോട്ടെ, നമ്പർ ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ മോള് കാണാൻ മക്കൾ എന്ത് ചെയ്യുക? അവഗാഡ്രോ നമ്പർ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുക. അപ്പൊ മക്കളെ മുകളിലും താഴെയും 6.022 into 10⁻23 കട്ട് ചെയ്താൽ ബാക്കി വരുന്നത് 2 ആണ്. അപ്പൊ മോളിന്റെ എണ്ണം കിട്ടി. എത്രയാ നിങ്ങൾക്ക് മോളിന്റെ എണ്ണം കിട്ടിയത്? 2 മോൾ. അപ്പൊ 2 മോളിന് കിട്ടി. ഇനി മോളിൽ നിന്ന് മക്കള് കാണേണ്ടത് വോളിയമാണ്, വ്യാപ്തമാണ്. എന്ത് ചെയ്യും? മോളിനെ വോളിയമാക്കി മാറ്റാൻ 22.4 ലിറ്റർ കൊണ്ട് 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മോളാർ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ. അപ്പൊ 2 into 22.4 ചെയ്യാം മക്കളെ. 44.8. അതായത് ഒരേ വോളിയം ഉള്ള ആൾക്കാരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരൊക്കെയാത്തി? 44.8 കിട്ടി. അപ്പൊ 2 പേർക്ക് 64 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനും 2 into 6.022 into 10⁻23 അമോണിയ മോളിക്യൂളിനും ഒരേ വോളിയമാണെന്ന് മനസ്സിലായി. 44.8 ലിറ്റർ. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ ഈ ഒരു വൈമാപ്പ് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയും ചെയ്യാൻ പറ്റും. സിമ്പിൾ ട്രിക്സ്. റെഡി അല്ലേ? ഒരു ചോദ്യം കൂടി ചെയ്താലോ? What is the mass of 2 mole of hydrogen? What is the mass of 2 mole of hydrogen? 2 മോൾ ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. അതിന്റെ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? യെസ്, മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? എന്താ ചെയ്യേണ്ടത്? മോളിൽ നിന്ന് മാസ് ചെയ്യണമെങ്കിൽ ആരോ മാസ് ഇങ്ങനെയാണ് പോകുന്നത്, ഇൻടു മോളാർ മാസ്. അപ്പൊ മോളാർ മാസ്. ആരുടെ മോളാർ മാസാ? ഹൈഡ്രജൻ മോളാർ മാസ്. ഹൈഡ്രജൻ മോളിക്യൂളിന്റെ മോളാർ മാസ് 2 ആണ് മക്കളെ. 2 into 2 എത്രയാ? യെസ്, 2 into 2 എന്ന് പറയുന്നത് 4 ആണ് മോളാർ മാസ് ഓഫ് H2 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഏത് വേണമെങ്കിലും ഈ വൈമാപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് മോള് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ ട്രിക്സ് മക്കൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അല്ലെ? ഞങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവും. ഓക്കെ, ബൈ.